ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന മൊബൈൽ ആപ്പുകളിൽ 7ാം സ്ഥാനത്താണ് ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള ആപ്പുകൾ. ലോകത്തിൽ 60% സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളും അവരുടെ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നത് മൊബൈൽ ആപ്പുകളെ ആശ്രയിച്ചാണ്. ഇറ്റ്സ് മീ അബ്ദുൽ റഷീദ്. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് ചെക്ക് ഇൻ ബാഗേജ് ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് മൊബൈൽ ആപ്പുകൾ വഴി ചെക്ക് ഇൻ ചെയ്യാനും അതേപോലെ ഇഷ്ടമുള്ള സീറ്റ് സെലക്ട് ചെയ്യാനും ഇഷ്ടമുള്ള ഭക്ഷണം സെലക്ട് ചെയ്യാനും മൊബൈൽ ആപ്പുകൾ വഴി ഇന്ന് സാധിക്കും. ആഭ്യന്തര വിമാനയാത്രാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ആധാർ കാർഡ് മതിയെങ്കിൽ ഇന്റർനാഷണൽ വിമാനയാത്രാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് പാസ്പോർട്ട് നിർബന്ധമാണ്. ഏറ്റവും ഹൈ ക്ലാസ് ആയിട്ടുള്ള ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കാനും ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കാനും നമ്മുടെ സൗകര്യാർത്ഥം മൊബൈൽ ആപ്പുകൾ വഴി സാധിക്കും. മൊബൈൽ ആപ്പുകൾ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പലപ്പോഴായി ഈ ആപ്പുകൾ നൽകുന്ന പ്രൊമോ കോഡുകളും ഓഫറുകളും വഴി 5 മുതൽ 10% വരെ ഡിസ്കൗണ്ട് ലഭിക്കുമെന്നതാണ്. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എങ്ങനെ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇൻ്റർനാഷണൽ ടിക്കറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായിട്ട് ഒരുപാട് ആപ്പുകൾ ഇന്ന് നിലവിലുണ്ട്. നമുക്ക് പേടിഎം വഴിയോ അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പ് വഴി ഗോയിബിബോ വഴിയൊക്കെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് ഇവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോയിബിബോ ആപ്പിലൂടെയാണ്. അപ്പോൾ ഞാനിവിടെ ഗോയിബിബോ ആപ്പ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാണ്. നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കിവിടെ ഇതിൽ ബുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഹോട്ടൽ ബുക്കിംഗ്, ഫ്ലൈറ്റ് ബുക്കിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഫ്ലൈറ്റ് ബുക്കിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഫ്ലൈറ്റ് ബുക്കിംഗ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ കാണാം 1 വേ, റൗണ്ട് ട്രിപ്പ്, മൾട്ടി സിറ്റി എന്നുള്ള ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഞാനിത് 1 വേ ടിക്കറ്റാണ് ബുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 1 വേ ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 ഭാഗത്തേക്കും അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഒരുമിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ട്രിപ്പ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അതായത് പോകേണ്ട സ്ഥലവും വരേണ്ട സ്ഥലവും ഒരുമിച്ച് നിങ്ങൾക്ക്, പോകേണ്ട ഫ്ലൈറ്റും വരേണ്ട ഫ്ലൈറ്റും ഒരുമിച്ച് നിങ്ങൾക്ക്. അപ്പോൾ ഞാനിതിൽ റൗണ്ട് ട്രിപ്പ് അല്ല, 1 വേ ടിക്കറ്റാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ കോഴിക്കോട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് 𝗙𝗔𝗍. പിന്നെ നമ്മൾ ഇവിടെയാണ് ഏത് എയർപോർട്ടിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഡെസ്റ്റിനേഷൻ കൊടുക്കുക. സലാലയിലേക്കുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം ഇതേപോലെ. അപ്പോൾ നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ചില സമയങ്ങളിലൊക്കെ ഇതിൻ്റെ ഫെയർ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ, ഈ ഡേറ്റിലൊക്കെ നമുക്കിവിടെ ഓരോ ദിവസത്തെയും ഫെയർ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. എത്ര ഫെയറാണ് വരാമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് ഫെയറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാനിതിൽ യാത്ര ചെയ്യേണ്ട ഡേറ്റ് ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. ഇത് നമ്മൾ 1 വേ യാത്ര ആയതുകൊണ്ട് ഞാൻ ഡിപ്പാർട്ടിംഗ് ഡേറ്റ് മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. റിട്ടേൺ ഡേറ്റ് സെലക്ട് ചെയ്തിട്ടില്ല, കാരണം 1 വേ യാത്രയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഇവിടെ കാണാം എത്ര ട്രാവലേഴ്സ് ആണെന്ന് ഇവിടെ മെൻഷൻ ചെയ്യണം, ഇവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൽ കാണാം പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ളതാണ്, എത്ര യാത്രക്കാരാണെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ബുക്ക് ചെയ്യുന്നത് 3 അഡൾട്ട്സിനുള്ള ടിക്കറ്റാണ്. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് താഴെ ചിൽഡ്രൻസ് ഉണ്ട്, അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ കുട്ടികൾ എന്ന് പറയുന്നത് ഏജ് ഗ്യാപ്പ് ഇതാണ്, 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ചിൽഡ്രൻസ് കാറ്റഗറിയിൽ. 2 വയസ്സിന് താഴെയാണെങ്കിൽ ഇൻഫൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിതിൽ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് 3 അഡൾട്ട്സ് മാത്രമാണ്. സോ ഞാനിവിടെ ഓക്കെ പ്രസ് ചെയ്തു. അപ്പോൾ ഇതാണ് പ്രോസസ്സ്. ഇവിടെ കണ്ടില്ലേ, നമ്മൾ എയർപോർട്ടൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക, ഏത് എയർപോർട്ടിൽ നിന്നാണ് പുറപ്പെടുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത്, ഡേറ്റ്, അഡൾട്ട്സ്, ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് സെർച്ചിങ് ആണ്. അപ്പോൾ ഞാനിവിടെ സെർച്ച് എന്ന് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ കൊടുത്ത ക്രൈറ്റീരിയ അനുസരിച്ചുള്ള ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് ഇവിടെ വന്നു കഴിഞ്ഞു, കണ്ടില്ലേ. ഫ്ലൈറ്റ് ഡീറ്റെയിൽസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെർച്ചിങ്ങിലാണ്, കണ്ടില്ലേ. ഇപ്പോൾ ഇതാണ് ഫ്ലൈറ്റ് ഡീറ്റെയിൽസ്. ഇപ്പോൾ നമുക്കിതിൽ താഴെ കാണാം, നമുക്കിത് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാണാം, എക്സാമ്പിൾ ഇവർ കാണിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്ലൈറ്റ് ഓപ്ഷനാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ചീപ്പസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇപ്പോൾ കണ്ട ഈ മൊത്തം ഫ്ലൈറ്റ്
സെർച്ചിൽ ഏറ്റവും ചീപ്പ് റേറ്റിലുള്ള ഫ്ലൈറ്റാണ് ഏറ്റവും മുകളിൽ വരിക. അതായത് ഇവിടെയാണ് നമുക്ക് കാണുന്നത് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് നിരക്ക്. ഇവിടെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാം. അപ്പോൾ ഇത് ഇവിടെ കണ്ടില്ല, മൾട്ടി എയർലൈൻ കൊടുത്തിരിക്കുന്നത് കണ്ടില്ല. അപ്പോൾ ഇത് 2 ഫ്ലൈറ്റാണ്, കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്, നേരിട്ട് ഫ്ലൈറ്റ് അല്ല. അപ്പോൾ നമുക്കിത് കണ്ടില്ല, ഇത് എയർ അറേബ്യയുടെ ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ താഴെ കാണാം, ഏർലിയസ്റ്റ് എന്ന് കാണാം. അതായത് ഏറ്റവും നേരത്തെ പുറപ്പെടുന്ന ഫ്ലൈറ്റ്. അപ്പോൾ ഏറ്റവും നേരത്തെ പുറപ്പെടുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം പുറപ്പെടുന്ന ഫ്ലൈറ്റ് ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട് 3:20. അതാണ് ഏറ്റവും ആദ്യത്തിൽ പുറപ്പെടുന്നത്. പിന്നെ അതിന് താഴെ കണ്ടില്ലേ 3:35, 4:30 അങ്ങനെ പറഞ്ഞിട്ട് സമയക്രമം അനുസരിച്ച് നമുക്ക് ഇതിൽ ഫ്ലൈറ്റ് സെർച്ച് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് താഴെ ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വിക്കായിട്ട് ഏറ്റവും കുറഞ്ഞ യാത്രാ സമയത്തിൽ അവിടെ എത്തുന്ന ഫ്ലൈറ്റാണിത്. ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ്. ഇത് ഏകദേശം 7 മണിക്കൂറും 20 മിനിറ്റും ടൈം എടുത്തിട്ടാണ് ഈ ഫ്ലൈറ്റ് കോഴിക്കോട് നിന്ന് സലാല വരെ എത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലൈറ്റ് സെർച്ച് നോക്കുന്ന രീതി. അപ്പോൾ ഒബ്വിയസ്ലി ഞാനിതിൽ നോക്കുന്നത് ഇപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റാണ്. സോ ഞാനിവിടെ ചീപ്പസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതാണ് 4:45 ഫ്ലൈറ്റാണ്. പക്ഷേ ഇതിൽ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഒരു ലേ ഓവർ ടൈം കാണാൻ കഴിയും. 6 മണിക്കൂറും 10 മിനിറ്റും ലേ ഓവർ ഉണ്ട്. പിന്നെ ഇത് 8 മണിക്ക്, ഇത് പുലർച്ചെ 4:45 ഫ്ലൈറ്റാണ്. ഇതെന്ന് പറയുന്നത് രാവിലെ 8:10 അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ ഈ 2 ഫ്ലൈറ്റും തമ്മിൽ ലേ ഓവർ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഫെയറിൽ ടോട്ടലി ഒരു 600-700 രൂപയുടെ വ്യത്യാസമുള്ളൂ. പക്ഷേ ലേ ഓവർ എന്ന് പറയുന്നത് ഏകദേശം 3 മണിക്കൂറിന് മുകളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഒരു 600 രൂപയ്ക്ക് വേണ്ടി 3 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ട് 8:10 ഈ ഫ്ലൈറ്റാണ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് താഴെയുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 52,000 രൂപ ഫെയറാണ്. അപ്പോൾ ഹ്യൂജ് ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒമാൻ എയറാണ്. ഒമാൻ എയറിനാണ് 8:10 പുറപ്പെടുന്നത്. അപ്പോൾ അവിടെ എത്തുന്നത് 8:10 പുറപ്പെട്ട് 10:20 അവിടെ എത്തും. റീപ്രൈസിംഗ് എന്നാണ് കാണിക്കുന്നത് ഒരു മെസ്സേജ്. അപ്പോൾ ഇതാണ് ആ ഫെയറിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതിൽ നമുക്ക് ഫ്രീ മീലുണ്ട്, 30 കിലോ ബാഗേജ് അലൗഡാണ്. പിന്നെ 7 കിലോ ക്യാബിൻ ബാഗേജും അലൗഡാണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട്, അതായത് മസ്കറ്റിൽ നിന്ന് സലാലയിലേക്കുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് സലാം എയറിൻ്റെ ഫ്ലൈറ്റാണ്. അത് ഏകദേശം അത് ഇവിടെ നമുക്ക് സമയം കാണാൻ കഴിയും. 1 മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ, 1 മണിക്ക് പുറപ്പെടുന്ന ഫ്ലൈറ്റാണ്. 1.5 മണിക്കൂർ കൊണ്ട് സലാലയിലെത്തും. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, ഫ്രീ മീലുണ്ട്. പക്ഷേ ഇവിടെ കണ്ടില്ലേ, ചെക്ക് ഇൻ ബാഗേജ് 0 കിലോഗ്രാമാണ്. അതായത് നിങ്ങൾ 30 കിലോ ഇവിടുന്ന് ഫ്രീ ആയിട്ട് മസ്കറ്റ് വരെ ഒമാൻ എയറിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ലഗേജ് ചാർജ് കൊടുക്കേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 7 kg ആണ് ക്യാബിൻ ലഗേജ്. പിന്നെ ഇതിൻ്റെ താഴെ നമുക്ക് ക്യാൻസലേഷൻ ആൻഡ് ബാഗേജ് പോളിസിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് നല്ലോണം ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇവിടെ 30 കിലോയും അപ്പുറത്ത് 7 കിലോനുമാണ്. ഈ ഫ്ലൈറ്റിൽ മാക്സിമം 7 kg വരെയാണ് ഫ്രീ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ബാഗേജ് പോളിസി നമ്മൾ നല്ലോണം ചെക്ക് ചെയ്യാം. പിന്നെ അതിന് താഴെ നമുക്ക് ഓഫേഴ്സൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്രൊമോ കോഡൊക്കെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാണ്. അപ്പോൾ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പേര് കൊടുക്കണം, ടൈറ്റിൽ, പിന്നെ സെലക്ട് ചെയ്യുക, പേര് കൊടുക്കുക, പിന്നെ മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമൊക്കെ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ ഇത് ഇൻ്റർനാഷണൽ യാത്ര ആയതുകൊണ്ട് പാസ്പോർട്ട് ഇൻഫർമേഷൻ മസ്റ്റാണ്, എന്തായിട്ടും കൊടുക്കണം. പാസ്പോർട്ട് നമ്പർ കൊടുക്കുക, പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റും മാസവും ഇതൊക്കെ കൊടുക്കുക. പിന്നെ വിസ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. ഏത് ടൈപ്പ് വിസയിലാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് കാണുന്ന ഓപ്ഷൻസൊക്കെ ഇതാണ്.
ഈ കാണുന്ന ബിസിനസ് ആവശ്യമാണെങ്കിൽ അങ്ങനെ, ടൂറിസ്റ്റാണെങ്കിൽ അങ്ങനെ, ജോലിക്കാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ്, ഉംറ, ഹജ്ജ്, അതർ അങ്ങനെ ഏത് ഉദ്ദേശത്തിനാണോ നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതേപോലെ നാഷണാലിറ്റി മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ പാസഞ്ചർ ഡീറ്റെയിൽസ് ക്വിക്കായിട്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തിട്ട് ബാക്കി പ്രൊസീജിയർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ 3 പാസഞ്ചേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടോട്ടൽ വരുന്ന ഫെയർ, പിന്നെ അതിന് താഴെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. അതായത് മെയിൽ ID കൊടുക്കണം, താഴെ കോൺടാക്റ്റ് ചെയ്യാവുന്ന മൊബൈൽ നമ്പർ കൊടുക്കണം. പിന്നെ GST ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GST ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷനാണ്, അത് നിങ്ങൾ വായിക്കുക. പിന്നെ ഏറ്റവും താഴെയായിട്ട് നമുക്കിതിൻ്റെ മൊത്തം ഫെയർ ഡീറ്റെയിൽസ് കൂടെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഫെയർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഒരു സമ്മറിയാണിത്. ബേസ് ഫെയർ എന്ന് പറയുന്നത് 25,110 ആണ്. സർചാർജ് ആൻഡ് ഫീസ് ഉണ്ട്, സർവീസ് ഫീ ഉണ്ട്, അങ്ങനെയൊക്കെ ടോട്ടലി 38,655 ആണ് ടോട്ടൽ സമ്മറി ആയിട്ട് നമുക്ക് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇനി ഇതിലേക്ക് പ്രൊമോ കോഡൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദറായിട്ടുള്ള ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ആമസോൺ പേയുടെ ഒരു പ്രൊമോ കോഡ് ഉണ്ട്, അതിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്തതോടുകൂടി 1934 രൂപയാണ് ഡിസ്കൗണ്ട് വരുന്നത്. പിന്നെ 5% ക്യാഷ് ബാക്ക് നമ്മുടെ ആമസോൺ പേ വാലറ്റിലേക്കും വരും. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ സെൽഫായിട്ട് ബുക്ക് ചെയ്താലുള്ള ബെനിഫിറ്റുകളാണിത്. നമുക്കിങ്ങനെ ഓഫേഴ്സൊക്കെ ലഭിക്കും. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടിന്യൂ പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് നടത്തി വളരെ സക്സസ്ഫുള്ളായി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് നമുക്ക് താഴെ കാണാം. താഴെ നമുക്ക് ട്രിപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ താഴെ. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റ് ഇതാ 2 ടിക്കറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. ഇതിലാദ്യം നമുക്ക് കാലിക്കറ്റ് ടു മസ്കറ്റ് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള ടിക്കറ്റ് ഡീറ്റെയിൽസ്. ഒമാൻ എയറിൻ്റെ ഫ്ലൈറ്റാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ PNR ആണ്. ഈ PNR കാണിച്ചു കൊടുത്താൽ മതി ഫ്ലൈറ്റ് നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ. പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിതിൽ മറ്റു ചില ഓപ്ഷൻസും നമുക്ക് കാണാൻ കഴിയും. താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നതോടുകൂടി നമുക്കിവിടെ വേറെ ചില ഓപ്ഷൻസുകളുണ്ട്. നമുക്ക് വെബ് ചെക്ക് ഇൻ ചെയ്യാൻ കഴിയും. അതേപോലെ മീൽസും ബാഗേജൊക്കെ ചെക്ക് ചെയ്യാം. അതേപോലെ സീറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ എമൗണ്ട് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. പിന്നെ ടിക്കറ്റ് റീസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കാം. പിന്നെ ടാക്സി ബുക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്കിംഗ് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ക്യാൻസലേഷൻ ബാഗേജ് പോളിസി അതും ചെക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ടിക്കറ്റ് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. മൊബൈൽ ആപ്പുകൾ വഴി എങ്ങനെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ്. ബൈ.